بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد സൂറത്തുൻ നസ്ർ അതിന്റെ ആശയങ്ങളും വിശദീകരണങ്ങളും മഹത്വങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സൂറത്തു നസ്റിനെ പറ്റിയും വിശുദ്ധ ഖുർആനിന്റെ 4-1 എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂറത്തു ഇദാ സുൽസിലയെ പറ്റി അങ്ങനെ റിപ്പോർട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ പറ്റിയും അങ്ങനെ റിപ്പോർട്ടുണ്ട്. അപ്പൊ സൂറത്തു നസ്റും വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഖുർആനിന്റെ 4-1 അത് പ്രതിധ്വനിക്കുന്നത്. സൂറത്തു നസ്ർ വലിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിജയം ലഭിക്കുമെന്ന പ്രവചനം അടങ്ങിയ സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി അതിന്റെ ആശയം തന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ വിശുദ്ധ ഖുർആനിലെ മൊത്തമായി ഇറക്കിയ സൂറത്തുകളെ കൂട്ടത്തുനിന്ന് സൂറത്ത് മൊത്തമായി നോക്കുമ്പോൾ അവസാനമായി ഒരു മുഴുവൻ സൂറത്തായി അവസാനം ഇറങ്ങിയ സൂറത്താണ് സൂറത്തു നസ്ർ എന്ന് കാണാവുന്നതാണ്. അതിന്റെ ശേഷം ആയത്തുകളാണ് ഇറക്കിയിട്ടുള്ളത്. സൂറത്തായിട്ട് സൂറത്തു നസ്ർ ആണ് അവസാനമായി ഇറക്കിയത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങലിലേക്ക്, അവിടുന്ന് ഈ ലോകത്തോട് ഭൗതികമായ ശരീരം വിടവാങ്ങലിലേക്കുള്ള സൂചനയാണെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതായി കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, എനിക്ക് എന്റെ വഫാത്തിലേക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി കരയുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തു. കരഞ്ഞതിനെ പറ്റി ചോദിച്ചപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞത്, നബി തങ്ങളുടെ വഫാത്തിലേക്ക് സൂചന ഈ സൂറത്തിലുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പക്ഷേ എന്നിലേക്ക് ആദ്യമായി, മുത്തുനബിയിലേക്ക് ആദ്യമായി തന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെടുന്നത് ഫാത്തിമയാണ് എന്നും എന്നോട് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി തങ്ങളിലേക്ക് ആദ്യം ചേരാൻ എനിക്കാണ് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞതായി കാണാം. ഈ ആയത്ത്, ഈ സൂറത്തിനെ വിവരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ചോദിച്ചു, ഈ സൂറത്തിന്റെ ആശയം എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? പല സഹാബികളും പറഞ്ഞു, വിജയവും സഹായവും അള്ളാഹുവിൽ നിന്നും ലഭിച്ചാൽ ധാരാളം ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലണം എന്നതാണ് ഈ ആശയം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്ന നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഫസ്സിറായ, നബി തങ്ങളുടെ ഖുർആൻ വ്യാഖ്യാനം കൂടുതൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്നറിയപ്പെടുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നബി തങ്ങള് വഫാത്താകും അടുത്തിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിച്ചു. അവിടുത്തെ മഹത്വങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. ഏതായിരിക്കട്ടെ, അതിന്റെ ആശയം നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവാനുഗ്രഹിയും പ്രത്യേകമായ പരലോകത്ത് അനുഗ്രഹങ്ങളും ചൊരിയുന്ന, മുഅ്മിനീങ്ങൾക്ക് മാത്രം പ്രത്യേകമായ അനുഗ്രഹവും ചൊരിയുന്ന അല്ലാഹുവിന്റെ നാമം കൊണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഒരു പ്രവചനം കൂടിയാണ്. അല്ലാഹുവിന്റെ സഹായവും വിജയവും എത്തിക്കഴിഞ്ഞാൽ, ഇദാ ജാഅ വന്നു കഴിഞ്ഞാൽ, വന്നാൽ, നസ്റുല്ലാഹ് അല്ലാഹുവിന്റെ സഹായം, വൽ ഫത്ഹു വിജയവും വന്നാൽ, വറഅയ്ത الناس
ജനങ്ങളെ നീ കണ്ടാൽ, ജനങ്ങളെ തങ്ങൾ കണ്ടാൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹ് അഫ്വാജ, അവർ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടക്കുകയും ചെയ്യുന്നത് കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, ഫസബ്ബിഹ്, നീ തസ്ബീഹ് വർദ്ധിപ്പിക്കുക, തസ്ബീഹ് ചൊല്ലുക, ബിഹംദി റബ്ബിക, അന്റെ റബ്ബിനെ സ്തുതിക്കലോടുകൂടെ, ഫസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക, ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഇവിടെ ഈ 3 ആയത്തിലായി പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ സഹായം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ, മക്ക വിജയം ആ ഫത്ഹ് കൊണ്ട് ഒരു ഉദ്ദേശമാണ്. മക്ക കീഴടക്കുക, മക്ക ഇസ്ലാമിന് കീഴിൽ വരിക. അന്ന് മക്കയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടി ഓടിച്ചവർ, രണ്ടാമത് നബി തങ്ങൾ മക്ക കീഴടക്കി. ആ മക്ക കീഴടക്കിയത് ഹിജ്റ 8-ാം വർഷമാണ്. ആ മക്ക കീഴടക്കുന്നതിനെ സംബന്ധിച്ചുകൂടിയാണ് ഈ സൂറത്തിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ സഹായവും മക്ക വിജയവും വന്നു കഴിഞ്ഞാൽ, മക്ക വിജയമെത്തിയപ്പോൾ ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതിനെപ്പറ്റി പറയുകയാണ്, വറഅയ്തന്നാസ, ജനങ്ങളെ നീ കണ്ടാൽ, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നതായിട്ട്. മക്ക കീഴടക്കണ മുമ്പ് യുദ്ധങ്ങളും മറ്റൊക്കെ നടക്കുന്നത് കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടക്കാൻ മടി കാണിച്ചിരുന്നു, അല്ലെങ്കിൽ കഴിയില്ല, ശത്രുക്കൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ട്. മക്ക വിജയം വന്നപ്പോൾ കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ് ഇവിടെ പറയുന്ന റഅയ്തന്നാസ, നീ ജനങ്ങളെ കണ്ടാൽ, യദ്ഖുലൂന, കടക്കുന്നതായിട്ട്, ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിൽ, അഫ്വാജ, കൂട്ടം കൂട്ടമായി കടക്കുന്നത് കണ്ടാൽ. ഇത് ഒരു പ്രവചനം കൂടിയാണ്. മക്ക വിജയവും അല്ലാഹുവിന്റെ സഹായവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുമെന്ന പ്രവചനം. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. ഇന്ന് എവിടെയാ ഇസ്ലാം ഇല്ലാത്തത്? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാവരും കൂടി കച്ചകെട്ടി ഇറങ്ങിയാലും, അതിനെ പരിഹസിക്കാനും അതിന്റെ നിയമങ്ങളെ പരിഹസിക്കാനും വേണ്ടി ഇറങ്ങിയാലും, ലോകത്ത് മുഴുവനും ഇസ്ലാം പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഇസ്ലാമില്ലാത്ത രാജ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ കൊല്ലാനും, അങ്ങനെ ഇസ്ലാമിനെ പറ്റേ അടിവേരറുക്കാനും, നാമാവശേഷമാക്കാനും, ഇല്ലായ്മയാക്കാനും, അന്നു മുതൽ, മക്കയിൽ ഉള്ള സമയം മുതൽ മദീനയിൽ പോയതിനു ശേഷവും അതിനും പിന്നീടും ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും വന്ന് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്ലാം വിജയിക്കുകയും ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആളുകൾ എന്നിട്ടും ഇസ്ലാമിനെ പഠിച്ച് മനസ്സിലാക്കി ശരിയായ ദിശയിൽ പഠിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് കടക്കുകയേ ഉള്ളൂ. പിന്നെ ദുർവ്യാഖ്യാന വീരന്മാരും അതുപോലെ ഇരുട്ട് ആക്കാൻ ശ്രമിക്കുന്നവരും അവരുടെ ശ്രമം തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. അത് ഖുർആനിന്റെ പ്രവചനമാണ്. ഏതായിരിക്കട്ടെ, യുരീദൂന യുത്ഫിഉ നൂറല്ലാഹ്, അവര് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്താൻ ഉദ്ദേശിക്കുന്നു. വല്ലാഹു യുരീദു ഇല്ലാ യുത്തിമ്മ നൂറ, അള്ളാഹു അവന്റെ പ്രകാശം പൂർണ്ണമാക്കാൻ വേണ്ടി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, പൂർണ്ണമാക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞതാ. ഒരിക്കലും തന്നെ ദീന് തകർക്കാനൊന്നും ആർക്കും സാധ്യമല്ല. നിങ്ങൾ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് അനുസരിച്ച് പരിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ കടന്നു വരികയേ ഉള്ളൂ. ഏതെങ്കിലും 2 ആളുകൾ ഇനിയിപ്പോ അങ്ങ് പോയി എന്നതുകൊണ്ട് ഇസ്ലാം അങ്ങ് തകർന്നു പോകും എന്നൊന്നും ആരും മനസ്സിലാക്കണ്ട. ഏതായിരിക്കട്ടെ, ശേഷം അല്ലാഹു പറഞ്ഞത്, ഇങ്ങനെയൊക്കെ വിജയങ്ങൾ വരുമ്പോൾ ഫസബ്ബിഹ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. നിന്റെ റബ്ബിനെ സ്തുതിക്കലോട് കൂടെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക. രാവിലെയും വൈകുന്നേരമൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദി, മീസാൻ എന്ന തുലാസിലെ ഏറ്റവും കനമുള്ള ദിക്റ്, നാവിന്റെ മേൽ ഏറ്റവും ലഘുവായ ദിക്റ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠമുള്ള ദിക്റ്, അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റാണ്. അത് എപ്പോഴും നമ്മൾ ചെല്ലാൻ ശ്രമിക്കണം. വൈകുന്നേരം ചെല്ലാൻ വേണ്ടി
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും അല്പം ദിക്റ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹുവിന്റെ റസൂല് ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പ്രത്യേകം ദിക്റും തസ്ബീഹുലുമായി കഴിച്ചു കൂട്ടിയിരുന്നു. സുജൂദിൽ പ്രത്യേകമായി നമ്മൾ ചൊല്ലുന്ന ദിക്റും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നതാണല്ലോ. അള്ളാഹു പരിശുദ്ധനാണ് എന്ന വചനം സന്താനങ്ങളെ തൊട്ട്, മക്കളെ തൊട്ട്, മറ്റു നുന്നതകളെ തൊട്ടൊക്കെ പരിശുദ്ധൻ, മറ്റു കൂട്ടുകാരനെ തൊട്ട് പരിശുദ്ധൻ, സ്വയം പര്യാപ്തനാകുമെന്നതിന് കൂട്ടുകാരൻ, സ്വയം പര്യാപ്തന് മക്കൾ, സ്വയം പര്യാപ്തനായ എല്ലാ ശക്തിയുടെയും കേന്ദ്രമായ അള്ളാഹുവിന് എന്തിന് മറ്റൊരു ദൈവം കൂടെ വേണം. ഏതായിരിക്കട്ടെ, വസ്തഗ്ഫിറുഹു, അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ടിരിക്കുക. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് എന്നാണ് ഈ സൂറത്തിന്റെ ആശയം. വലിയ ആശയങ്ങളാണ്, പ്രവചനമാണ്. ഇസ്ലാം ഒരിക്കലും തളരില്ല എന്നതിന്റെ അടയാളമാണ് ഈ സൂറത്ത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിന്റെ 4-1 സൂറത്ത് ധാരാളം പാരായണം ചെയ്യുന്നത് നല്ലതാണ് എന്നുകൂടി മനസ്സിലാക്കുക. വിജയവും സഹായവും അല്ലാഹുവിൽ നിന്ന് ലഭിക്കാൻ ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.